അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും വരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നല്ല കമൻറ്റുകൾ, നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായാലോ എന്നൊരു ചർച്ചയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അഥവാ മനുഷ്യരെയൊക്കെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പോലും കോളിളക്കം സൃഷ്ടിച്ച ചില കമൻറ്റുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യുവാക്കളെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ചില നേതാക്കന്മാർ പറഞ്ഞത് മടിയിൽപ്പെട്ടുകൊണ്ട് ക്രിയേറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെട്ട് വെറും ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്നത്തെ ജനറേഷൻ യുവാക്കളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെസിനെസ്സിനെ കുറിച്ച്, മടിയെക്കുറിച്ചായാലോ എന്നുള്ള ഒരു ചർച്ചയാണ് ഈ നമ്മുടെ അടുത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു മേഖലയിൽ വളരെ നല്ല ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ആ രൂപത്തിലുള്ളൊരു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർ, അസ്സലാമു അലൈക്കും. മടിയെക്കുറിച്ചൊരു ചർച്ച എന്തായിരിക്കും? നമുക്ക് ഈ മടിയെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണത് അല്ലേ? കസിൽ എന്നാണ് അറബിയിൽ അതിനുള്ളത്. പല ജീവിത പരാജയങ്ങൾക്കും കാരണമായി തീരുന്നതാണ് മടി. അവിടെ ഈ ഒരു മടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നല്ലൊരു ആമുഖത്തോട് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ. മടി എന്ന് പറയുന്നത് സാർവത്രികമാണ്, അല്ലെങ്കിൽ അതൊരു രോഗമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചതിൽ മടിയിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹുവോട് ചോദിക്കാൻ പറഞ്ഞത്. മടി എന്നുള്ള രോഗം പിടിപെട്ടാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നിരർത്ഥകമായി, പിന്നെ അയാളൊന്നിനും പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മടി. കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന യുവ സമൂഹം അവർ വിചാരിക്കുന്നതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അത് പാരൻസ് അത് നൽകാൻ തയ്യാറുമാണ്. മുമ്പ് ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ ഒരു നേരം മര്യാദക്ക് ഭക്ഷണം, വിഭവ സമൃദ്ധമായ ആഹാരം കഴിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. ഈ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ടെക്നോളജിയാണെന്ന് നമുക്ക് പറയാം. ഒരു വലിയ വിപ്ലവം ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുന്ന വിഷയത്തിലും അത് സമാഹരിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജിക്കൽ നോഹോ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ടെക്നോളജി വികസിച്ചതിനോടൊപ്പം നമുക്കുണ്ടായത് മടിയാണ്. കാരണം എന്തിനും നമ്മൾ ഉപകരണങ്ങളെ, ഗാഡ്ഗറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഇപ്പോൾ കുട്ടികൾ കണക്ക് കൂട്ടാൻ അവർക്കറിയില്ല, ഗുണഘോഷ്ടം അറിയില്ല. കാരണം മക്കളെ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്തിനാപ്പോൾ നമ്മളങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സിലുണ്ടല്ലോ, പിന്നെ വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാ കുട്ടികൾ ചോദിക്കുന്നത്. എന്നാൽ ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വർദ്ധിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. സാധാരണ പറയും, ഒരു കത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് മൂർച്ച ഉണ്ടാവുക. തീരെ ഉപയോഗിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പെടുക്കും. വീട്ടിൽ 2-3 റൂമുണ്ട്, ഉപയോഗിക്കാത്ത റൂമിലൊക്കെ മാറാല പിടിച്ചു കിടക്കും. നമ്മുടെ ബുദ്ധിശക്തി അങ്ങനെ തന്നെയാണ്. നമ്മൾ ക്രിയേറ്റീവ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇന്ന് ഈ മടിയെ, ലേസിനെസ്സിനെ, കസ്ലാനിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുകയാണ്. പ്രത്യേകിച്ച് ചില ക്യാരക്ടേഴ്സ്, ഞാനതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് അവരുടെ ഏണിങ്സ് ആ പരസ്യങ്ങൾ മുഖേന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് രസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ഏൺ നത്തിങ് അല്ലേ? ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ, ആളുകളുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബോധപൂർവ്വം പറയുന്നത്, എവരി വൺ നോസ് ഇറ്റ്, എല്ലാവർക്കും അതറിയാം. പക്ഷേ ഈ കുട്ടികളിത് കാണുന്നു, പാരൻസും കാണുന്നു, കൂടെ ഒന്നിച്ചിരുന്ന് തമാശയാക്കി ചിരിക്കുകയാണ്. എന്നാൽ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ അത് വാച്ച് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അപഹരിക്കപ്പെടുന്നത് മീഡിയ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് മടി പരിഹരിക്കണമെങ്കിൽ ആ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ എനിക്ക് ഒന്നാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റും, സ്വന്തത്തെ സംബന്ധിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം ഇല്ല എന്നുള്ളതാണ് വലിയ വിഷയം. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുന്നു, നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ്. ഈ തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും പീസ് റേഡിയോയുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അത്ര വലുതാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട്. കാരണം നീ മുഖേന ഒരു നന്മ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ സമ്പാദ്യമാണ്. നാളെ പരലോകത്ത് നമുക്ക് കിട്ടുന്ന വലിയ സമ്പാദ്യമാണിത്. അപ്പോൾ ആ തലത്തിൽ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല.
അപ്പോൾ സ്വന്തത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് പലരും റിയലൈസ് ചെയ്യുന്നില്ല. നല്ല കഴിവുകളുള്ള, അതായത് ശരീരത്തിന് ഒരു ന്യൂനതയില്ല, ഒരു വൈകല്യമില്ല, നല്ല ബുദ്ധിശക്തിയുണ്ട്, നല്ല റിച്ചാണ്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കൂടപ്പുറപ്പായിട്ട് മടിയുണ്ട്. എന്നാൽ വൈകല്യത്തെ അതിജീവിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആളുകളുണ്ട്. അവർ അതുണ്ടാക്കിയത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നുമല്ല, വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ല. അപ്പോൾ അവരുടെ കൂടപ്പുറപ്പായി മാറുന്നത് എന്താണ്? ലോ സെൽഫ് എസ്റ്റീമാണ്. ഇന്നൊന്നിനും പറ്റില്ല, ഞാൻ ആരും അല്ല, എനിക്കൊന്നും നേടാൻ പറ്റില്ല, എനിക്ക് മാർക്ക് കിട്ടില്ല, ഞാൻ ജീവിതത്തിൽ വിജയിക്കില്ല. ഇത് മടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഒരു വലിയൊരു കാരണം മടിക്ക് വരാനുള്ളത്, ലേസിനെസ് ഉണ്ടാവാനുള്ള കാരണമാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അവമതിപ്പ്. ഒരു എന്താ പറയുക, ഒരുപാട് സ്കില്ലുകളുള്ള വ്യക്തികളാണ് നമ്മളെ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചുള്ളത് വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളിലൂടെയാണ്. അതൊരു ഭിന്നശേഷിക്കാരനാണെങ്കിൽ പോലും അവരവർക്ക് ഉന്നതി നേടാനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ അള്ളാഹു തന്നത് അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കൂടിയാണ്. പക്ഷേ ഇന്ന് അത് ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് കിട്ടിയ പല സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരുമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു എസ്റ്റീം ഇല്ല, അതൊരു എന്താ പറയുക, എനിക്ക് ഇന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അള്ളാഹു തന്ന കഴിവ് ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നൊരു തീരുമാനം വേണം. ഒരിക്കലും നെഗറ്റീവ് അടിച്ചുകൊണ്ട് പിന്നോട്ട് പോവുകയല്ല നമ്മൾ വേണ്ടത് എന്നുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. പലപ്പോഴും ഈ ഒരു മടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ഒക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, അഥവാ ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴുള്ള കുട്ടികളോട് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ലെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ബസ്സിനായിരുന്നു പോയിരുന്നത്, ഒറ്റക്കായിരുന്നു പോയിരുന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു തെണ്ട വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ്, അതിനൊരു പ്രത്യേക ടേം പോലെ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾ, അഥവാ ഉപദേശിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. നമ്മുടെ ഉപദേശമല്ല, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കതുപോലെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ പാരൻസിൽ നിന്ന്, അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്ന ആളുകളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ അമ്മാവന്മാരിൽ നിന്ന്, എളാപ്പ മൂത്താപ്പന്മാരിൽ നിന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കാം പലപ്പോഴും കഠിനാധ്വാനം ചെയ്യാനും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനും നമുക്കൊക്കെ എന്താ പറയുക കാരണം നിമിത്തമായി തീർന്നതെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖത്തിൻ്റെ പിന്നിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളെടുത്ത കഠിനാധ്വാനമുണ്ട് എന്ന് പലപ്പോഴും യുവതലമുറയും ന്യൂജൻ കുട്ടികൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, ഒന്ന് ലോ എസ്റ്റീമാണ് മടിക്കുള്ള കാരണം എന്നുള്ളതാണ്. മറ്റ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമ്മൾ എണ്ണുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കാനുള്ളത്? അതായത് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നാളെ നീളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നല്ല മുഹൂർത്തം നോക്കിയിരിക്കേണ്ടതില്ല. സാധാരണ പറയാറുണ്ട്, ദി ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് ദാറ്റ് ഈസ് ടുഡേ, അല്ലെങ്കിൽ ഈ സമയം. നാളെ നമ്മുടെ കയ്യിലില്ല, കഴിഞ്ഞത് അത് ഗോൺ ഫോർ എവർ, അത് ഒരിക്കലും നമുക്ക് തിരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ അള്ളാഹു നൽകിയ ഏക അവസരം ഇന്നാണ്. അതാണ് ദി ബെസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ് ദാറ്റ് ഈസ് ടുഡേ എന്ന് പറയുന്നത്. ദി ബെസ്റ്റ് ടൈം ദാറ്റ് ഈസ് നൗ. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കാൻ ടെൻഷനും ഉണ്ടാവില്ല. നമ്മൾ ഭാവി എന്താവും, ഇതാണ് നമ്മുടെ ആങ്സൈറ്റി. ഭാവി നമ്മുടെ കയ്യിലേ അല്ല, കഴിഞ്ഞ കാലം അത് തീർന്നുപോയി. അപ്പോൾ കഴിഞ്ഞ കാലത്ത് വല്ല അബദ്ധങ്ങളോ പോരായ്മകളോ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. സംഭവിക്കാത്ത ആരുമില്ല, കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച അങ്ങനെയാണ്. അപ്പോൾ ആ കഴിഞ്ഞ സംഭവങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ തേടുക, റെക്ടിഫൈ ചെയ്യുക, അബദ്ധങ്ങൾ തിരുത്തുക. ഒരു കാര്യവും നാളത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് നമ്മൾക്ക് മടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നോക്കൊണ്ട് ഒരു ഫയല് സർക്കാരിൻ്റെ ഓഫീസിൽ നമ്മൾ എത്തുമ്പോൾ നേരെ മേശപ്പുറത്തുണ്ടാവും, അയാൾ പറയും നാളെ വാ. അയാൾ മടിയനാണ്. അയാളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റ് ഒരു ദിവസം ലീവ് എടുത്തിട്ടായിരിക്കും ഈ പേപ്പർ ഒന്ന് ശരിയാക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അയാൾ അവിടെ രാജാവായി നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ് ഒരു കാരണമില്ലാതെ ആ ഫയലൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ വല്ല ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വാ, മറ്റന്നാൾ വാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. വെറുതെ മടിയാണ് കാരണം. ഈ മടി എന്നുള്ളത് കേരളക്കാരൻ്റെ കൂടപ്പിറപ്പായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അത് ഞാൻ വളരെ ഓപ്പണായിട്ടാണ് പറയുന്നത്. മടിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മുടെ നല്ല ഏറ്റവും ക്രിയേറ്റീവായ ഹവേഴ്സ് ഏതാണ്? അത് രാവിലെയാണ്. നമ്മുടെ ജോലി തുടങ്ങുന്നതിന് 10 മണിക്കാണ്. ഇപ്പോൾ ഈ അടുത്താണ് 8 മണിക്ക്, 8:30 മണിക്ക്, 9 മണിക്കൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ക്രിയേറ്റീവ് ടൈം ഏർലി മോർണിംഗ് ആണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ 4 to 5 മണി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ്. തഹജ്ജുദൊക്കെ നമസ്കരിക്കാൻ പറ്റുന്ന സമയം. അത് കഴിഞ്ഞ് സുബഹി നിസ്കരിച്ചതിന് ശേഷം പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ടൈം അവിടെ കിട്ടുന്നുണ്ട്. ഈ സമയത്തൊക്കെ കിടന്നുറങ്ങുകയാണ് ആളുകൾ. പിന്നെ എങ്ങനെ മടിയില്ലായിരിക്കുക? അതായത് നമ്മുടെ ശരീരത്തെ
മടി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തലമുറ മെനക്കെടുന്നത്. അപ്പോൾ നീട്ടിവെക്കണം, നാളെ നീളെ അങ്ങനെ നീട്ടി പരീക്ഷ നാളെയാണെങ്കിൽ ഇന്നാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. സ്കൂളിൽ വരുന്ന കുട്ടി, ക്ലാസ് റൂമിൽ വരുന്ന കുട്ടി അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം നോക്കി നിൽക്കുക. എഴുതുന്ന തന്നെ ടെക്സ്റ്റ് ബുക്കിലാണ്. മടിയാണ് കാരണം. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലൊരു മടിയില്ല അല്ലേ. എന്നിട്ട് എല്ലാം കൂടി ഒരു പുസ്തകത്തിൽ എഴുതുകയാണ്. സാറേ എല്ലാം ഇതിൽ എഴുതുന്നില്ലേ, എന്താപ്പോൾ അതിന് കുഴപ്പം? അതായത് എങ്ങനെ ഒരു സംഗതി മടിയോടുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദേ ആർ ഡൂയിങ് റിസർച്ച്. അവർ റിസർച്ച് ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല പഠിച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അധ്വാനിക്കണം. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പീസ് റേഡിയോ എന്നുള്ള സംഭവം, ഈ സംരംഭം ഇത്രയധികം ആളുകൾ കേൾക്കാൻ ഇടവന്നത് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അല്ലേ. അത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതായത് ഈ സ്റ്റേജിൽ വരാത്ത ബിഹൈൻഡ് ദി കർട്ടൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉറക്കൊഴിഞ്ഞിട്ടാണ് ഈ കാര്യം ഇവിടെ എത്തുന്നത്. അവരാരും കാണുന്നില്ല. കാണുന്നത് നമ്മെ പോലെയുള്ള സംസാരിക്കുന്ന ആളുകളെ മാത്രമായിരിക്കും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് മടിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്. നീട്ടിവെച്ച് മുന്നോട്ട് പോവുക, അഥവാ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക്, നാളെ ചെയ്യേണ്ടത് മറ്റന്നാൾക്ക്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കാണാൻ പറ്റും. കാരണം നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച ഒരു കാലമായിട്ട് ഇപ്പോഴത്തെ ഒരു കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളോട് ഇപ്പോൾ അന്ന് എന്തായിരുന്നാലും അന്ന് രാത്രിക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ടായിരുന്നു നമുക്ക് ഹോംവർക്കുകളൊക്കെ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുട്ടികൾ ചെയ്യുന്നത് പലപ്പോഴും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്കൂൾ വന്നു, എന്നാലും സ്കൂളിൽ നിന്ന് എഴുതാൻ വേണ്ടി സമയം കൊടുത്താൽ ആ പുസ്തകം വേഗം അടച്ച് സാർ അത് നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്തോളാം. ആ സമയത്ത് ചെയ്യൂല, സമയം കിട്ടിയാൽ പോലും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ച് ധൃതി പിടിച്ച് വേറെ ആരുടെയൊക്കെ നോട്ട്ബുക്കുകൾ നോക്കിയിട്ട് എഴുതി വരുന്നു. അതെന്താണ് എഴുതിയത് എന്ന് പോലും വായിക്കാൻ കിട്ടാത്ത സാഹചര്യമാണ്. അതിനൊരു കാരണം കൂടിയുണ്ട് സർ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ടെക്നോളജിയാണ് കൂടെ ഉള്ളത്. കോപ്പി ആൻഡ് പേസ്റ്റ് അല്ലേ, എല്ലാം കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു അസൈൻമെന്റ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പി ആൻഡ് പേസ്റ്റ്. കാരണം ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ മുമ്പിലുണ്ട്. ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞത് ടെക്നോളജി ഒരു വലിയ ഘടകമാണ്. ആളുകളെ അവരുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ടെക്നോളജികൾ വന്നിട്ടുള്ളത്. പക്ഷേ ആളുകളുടെ ജോലി എളുപ്പമാകുന്നതോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു വരികയും മടിയന്മാരാക്കുകയും ചെയ്യുന്നുള്ളതാണ്. പഠിക്കുന്നില്ല. ലാസ്റ്റ് പരീക്ഷയുടെ ആ ഒരു എന്താ പറയുക, ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവർ പുസ്തകങ്ങൾ എടുക്കുന്നത്, വായിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീടൊരു സമയത്ത് ചോദിച്ചാൽ ബ്ലാങ്കാണ്, അവർക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ അതിനങ്ങനെ അരസമായി നീട്ടി കൊണ്ടുപോകുക എന്നത് മടിയുടെ ലക്ഷണം തന്നെയാണ്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ഞാനാണ് തിരുത്തേണ്ടത്. ഇത് കേൾക്കുന്ന പീസ് റേഡിയോ പ്രേക്ഷകരിൽ ആരെങ്കിലും ആ ഒരു ദുർഗുണമുണ്ടെങ്കിൽ ആ ദുർഗുണത്തിനെ മാറ്റണമെന്ന് കൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് സെൽഫ് എസ്റ്റീം, രണ്ടാമത്തെ നമ്മൾ എന്താ പറയുക നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് മടി. എന്തുകൊണ്ട് മടി? അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമ്മൾക്കൊക്കെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറയണം ഒന്ന് അവിടുന്ന് എണീക്കി, അപ്പോൾ എണീക്കണോ അല്ലേ? കാരണം നമ്മൾ വളരെ സുഖമായിട്ട് ഇരിക്കുന്ന ഒരു സോണിൽ നിന്ന് മാറുക. ചേഞ്ച് ഈസ് ആൾവേസ് പെയിൻഫുൾ എന്നാണ്. മാറ്റം എപ്പോഴും വേദന ഉള്ളതാണ് അല്ലേ? മുമ്പുള്ള ആളുകൾ വർഷങ്ങളെടുത്തിട്ട്, ഇപ്പോൾ അമാനി മൗലവി തഫ്സീർ എഴുതിയത്, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയത് എത്ര വർഷം എടുത്തിട്ടാണ് അല്ലേ? ബുഖാരി, മുസ്ലിം ഇതുപോലെയുള്ള ഹദീസുകളുടെ സമാഹാരം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഒരു ഹദീസ് ശേഖരിക്കാൻ വേണ്ടി, അത് സ്വഹിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മൈലുകൾ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ അവരത് റിയൽ ലൈഫിൽ ചെയ്തതാണ്. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് അല്ലേ? ആ എത്തുന്നത് കൊണ്ടാണ് ഇത് ഹലാവത്തുള്ളതാകുന്നത്, മാധുര്യം ഉള്ളതാവുന്നത് അല്ലേ? നോ പെയിൻ നോ ഗെയിൻ അല്ലേ? ആ ഗെയിൻ ഉണ്ടാവണമെങ്കിൽ അതിനൊരു പെയിൻ വേണം. ആ പെയിനോട് കൂടി ആ ഗെയിൻ എത്തുമ്പോൾ, ഇപ്പോൾ ഒരു ഉമ്മ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഗർഭധാരണം നിർവഹിച്ച് 9 മാസം 10 ദിവസം കാത്തു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു ദിവസം ഗർഭം ധരിച്ച് അടുത്ത ദിവസം പ്രസവിപ്പിക്കാത്ര പണിയുണ്ടോ? കുൻ ഫയക്കൂൻ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു പ്രയാസമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൽ എന്തെങ്കിലും ഒരു യുക്തി വെച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം ത്യാഗം ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് അല്ലേ? ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി, എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾ അധ്വാനിക്കാതെ ആ നീറ്റ് പരീക്ഷ എഴുതി എൻട്രൻസ് കിട്ടുമോ? കഠിനാധ്വാനം ചെയ്യണ്ടേ? ഉന്നത പോസ്റ്റുകളിൽ എത്തുന്ന ആളുകൾ, സിവിൽ സർവീസ് പോലെയുള്ള മേഖലയിലെത്തുന്ന ആളുകൾ എത്ര കടമ്പകൾ എടുത്തിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ, നമ്മുടെ സുഖലോലുപതയെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് പഠന കാലഘട്ടത്തിൽ കുട്ടികൾ അതിന് തയ്യാറാവുക തന്നെ വേണം അല്ലേ? ഇപ്പോൾ ഒരു ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ മാതാപിതാക്കളെ കാണാൻ പറ്റില്ല, സൽക്കാരത്തിനും കല്യാണത്തിനും മരണത്തിനും ഒന്നും പങ്കെടുക്കാൻ ചിലപ്പോൾ പറ്റില്ല.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരുപാട് വർഷം മാറി നിന്ന് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നേട്ടങ്ങൾ കിട്ടിയത്. ഇന്ന് കുട്ടികളോട് പറയുമ്പോൾ എനിക്ക് ഹോസ്റ്റലിലൊന്നും നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് എവിടും പോലും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇവിടെ എന്താണ്, സുഭിക്ഷമായ ഭക്ഷണം, വിചാരിക്കുന്നത് മുഴുവൻ കിട്ടും, നല്ല മൊബൈൽ ഫോണുണ്ട്. മിക്ക കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. അനാവശ്യമായിട്ടാണ് കുട്ടികൾക്ക് പല രക്ഷിതാക്കളും മൊബൈൽ കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾ അല്ലേ, 3, 4, 5 വയസ്സായ കുട്ടികളൊക്കെ കയ്യിൽ മൊബൈൽ ഫോണാണ്. എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? മാതാപിതാക്കൾ കൊടുക്കുകയാണ്, എന്നിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി മിസ്സാക്കുകയാണ്. അതുകൊണ്ട് കംഫോർട്ട് സോൺ അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും മടി മാറൂല. അപ്പോൾ മടി ഉണ്ടാക്കുന്ന വലിയൊരു സംഗതി കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ, അത് ഈ മാനേജ്മെൻറ്റൽ ട്രെയിനിങ്ങിലും മോട്ടിവേഷൻ രംഗത്തും അതുപോലെ മറ്റു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ടേം, ഒരു വാക്ക് കൂടിയാണ് കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക സുരക്ഷിതമായൊരു വലയത്തിന് കീഴിലാണ്. ആ വലയത്തിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് നമ്മുടേതായ ഏണിങ്സ്, നമുക്ക് നമ്മുടേതായ നേട്ടങ്ങൾ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് എനിക്ക് വേണം, എന്നിലൂടെ മറ്റുള്ളവർക്ക് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, നാടിന് വേണം, ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിക്ക് വേണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പോകണമെങ്കിൽ ആ സുരക്ഷിതമായ വലയത്തിന് അപ്പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മേഖല കണ്ടെത്തിയിട്ട് എനിക്ക് ഏത് മേഖലയിലാണോ കഴിവുള്ളത് ആ കഴിവിൻ്റെ മേഖലയിലേക്ക് ഇപ്പോൾ പോകുന്നതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ആ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് എത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നേട്ടങ്ങളും നമുക്ക് കിട്ടിയത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായ പല സൗകര്യങ്ങളും ഒരുക്കിയത് എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിൻ്റെ തന്നെ ഒരു 10-25 വർഷം പിന്നോട്ട് പോകുമ്പോൾ അന്നത്തെ വീടിൻ്റെ സാഹചര്യവും ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയും ആലോചിച്ച് നോക്കും. കഴിഞ്ഞ ദിവസം സാർ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ മോർണിംഗ് ലൈവിൽ ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു നജീബ് കുറ്റിപ്പുറം എന്ന ഇള ഫൗണ്ടേഷൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. നമ്മുടെ ചിന്തയിൽ അത് കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് കമൻറ്റുകൾ അവിടെ വന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, രാജസ്ഥാനിലെ ഒരു നോമ്പ് തുറക്കുന്ന ഒരു കഥ, ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈകാരികതയാണ്. അഥവാ ഈ സമയത്ത് പോലും, ഈ കാലത്ത് പോലും നോമ്പ് തുറക്കാൻ വേണ്ട ആഹാരം പോലും ഇല്ലാതെ റോബസ്റ്റ് പഴം 4 കഷ്ണമാക്കി 4 പേര് ഒരു പേപ്പറിൽ വെച്ച് കഴിക്കുന്നു. പൊരിയാണ് അവർക്കുള്ളത്. കേരളത്തിൽ നിന്ന് വന്ന ആളുകളാണ്, ഇവർക്ക് 2 കപ്പ് ചായയും അതുപോലെ തന്നെ റൊട്ടിയും കൊണ്ടുവന്നത്, അതല്ലാതെ വേറെ ഒരു വിഭവം ഇല്ലാത്തതാണ്. ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥയായിരുന്നു ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് നമുക്ക് ഈ സുഭിക്ഷത എത്തിയത് നമ്മുടെ മുൻഗാമികളായ പല ആളുകളും അവരുടെ ജീവിതത്തിന് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ കൃഷിപ്പണി മാത്രം എടുത്തിരുന്ന ആളുകൾ വിദേശത്തേക്ക് പോയി വർഷക്കണക്കിന് അവിടെ ജോലി ചെയ്തു, അത് കഠിനാധ്വാനം ചെയ്തു. പിന്നീട് നാട്ടിൽ ഓരോരുത്തരെങ്ങനെ അവർക്ക് വേണ്ട ജോലിയിലേക്ക് എത്തിച്ചത് കൊണ്ടൊക്കെയാണ്. അതുപോലെ തന്നെ പഠിച്ചു മുന്നേറിയ ആളുകൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കഠിനാധ്വാനത്തിലൂടെയും അവർ മുന്നോട്ട് വന്നിരുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്രമാത്രം സൗകര്യമുണ്ട്. ഒരു കാർ ഉണ്ടായിരുന്ന വീട് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. ഇന്ന് കാറുകളില്ലാത്ത വീടുകളില്ലല്ലോ, ബൈക്കില്ലാത്ത വീടുകളില്ലല്ലോ. ഇതൊക്കെ വളരെ അടുത്ത കാലത്താണ് നമുക്ക് കിട്ടിയുള്ളത്. അഥവാ നമ്മുടെ ആളുകൾ അവർ സഞ്ചരിച്ച ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്. ഇപ്പോഴുള്ള ന്യൂജൻ വിദ്യാർത്ഥികളും കുട്ടികളും യുവാക്കളും തങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ നിന്നും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് വാട്ട് ക്യാൻ ഐ ഡു എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിന് മടിയില്ലാതാക്കാനുള്ള ഒരു 3rd ടിപ്പായിട്ട് പറയാനുള്ളത് എന്നുള്ളതാണ്. ശരി, ഇനി ഒരു 4th ടിപ്പ് നമുക്ക് എന്താണ്? ഫെയിലിയർ എന്നുള്ളത് ലൈഫിൽ അനിവാര്യമാണ്. ആളുകൾ മനസ്സിലാക്കണം, എന്താ അറിയോ, ഫെയിലിയർ തീരെ ഉണ്ടാവില്ല എന്നാണ്. ശരിക്കും നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് അതിനെ പരാജയപ്പെടാനാണ്. പരാജയം ഉണ്ടാവും, പരാജയപ്പെടണം. പരാജയപ്പെടുമ്പോൾ മാത്രമേ ആ വിജയത്തിൻ്റെ മാധുര്യം നമുക്ക് ബോധ്യമാവുള്ളൂ. എന്നാൽ ഈ പേടിക്കാണ് കുട്ടികൾ, ഫിയർ ഓഫ് ഫെയിലിയർ. അപ്പം ഈ ഞാൻ പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കില്ല, എനിക്കൊന്നും വേണ്ട. IAS സിവിൽ സർവീസിന് പരീക്ഷയ്ക്ക് എഴുതിക്കോ, അത് കിട്ടൂല, അത് കിട്ടാൻ സാധ്യമല്ല, എനിക്ക് ഒരിക്കലും കിട്ടൂല. ഈ ഒരു പേടിയാണ് അതിന് മെനക്കെടുന്നില്ല. ഇപ്പം എനിക്കറിയാം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠനം നടത്തിയത്. അന്ന് അവിടെ ഏറ്റവും കൂടുതൽ IAS സിവിൽ സർവീസിന് എത്ര വർഷം മുമ്പായിരിക്കും, 32-33 ഇയേഴ്സ് ബാക്ക്, 1987, 92 വർഷങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് അലിഗഡിൽ പഠിക്കുമ്പോൾ അതിന് പിന്നാലെ കൂടിയത് ബീഹാരികളാണ്. ബീഹാർ സഹോദരന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു വർഷം നോക്കും, കിട്ടില്ല. 2ാമത്തെ വർഷം നോക്കും, കിട്ടില്ല. 3-4 വർഷം എടുത്തിട്ട് അവർ പരീക്ഷ എഴുതുക, 4ാമത്തെ വർഷം അവർക്ക് കിട്ടിയിരിക്കും. യഥാർത്ഥത്തിൽ ബീഹാറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. വിദ്യാഭ്യാസപരമായി വളരെ പുറകിലുള്ള ബീഹാരികൾ കഠിനാധ്വാനികളാണ്. ആ കഠിനാധ്വാനം കൊണ്ടാണ് അവരവിടെ എത്തുന്നത്. അപ്പോൾ അവരൊരിക്കലും പരാജയത്തെ പേടിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഏതെങ്കിലും ഇപ്പോൾ ഒരു എൻട്രൻസിന് പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ, എത്ര കൊല്ലമായിട്ടാ ഇത് പഠിക്കണേ, കിട്ടിയില്ലേ, എന്തിനാ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടുന്നത്, നിരുത്സാഹപ്പെടുത്തുകയാണ്. 2-3 വർഷം ഒരാൾ പരീക്ഷ എഴുതുമ്പോഴേക്ക് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ രൂപത്തിലുള്ള നെഗറ്റീവ് കമൻസാണ് നമ്മൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഉയരങ്ങളിലെത്തിയ ആളുകൾ
1, 2, 3, 4 തവണ, ഇപ്പോൾ അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്നത് 15, 14 തവണ അദ്ദേഹം പരാജയപ്പെട്ടിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് എന്നുള്ള. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായ ചരിത്രം എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, ഹി വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പക്ഷേ അദ്ദേഹം ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് പല പരാജയങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രഗത്ഭരായ എല്ലാ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ ഈ പരാജയങ്ങൾ വരുമ്പോൾ അതൊരു അസറ്റായി കാണാൻ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. അപ്പോൾ മടിയുടെ 4ാമത്തെ പ്രധാനപ്പെട്ട കാരണം പരാജയ ഭീതിയാണ്. തോൽക്കുക എന്നുള്ളത് തെറ്റല്ല എന്നുള്ളതാണ്. പക്ഷെ തോറ്റ് അവിടെ തന്നെ കിടക്കുക എന്നതാണ് അപരാധമായിട്ട് കാണുന്നത്. ആ തോൽവിയിൽ നിന്ന്, ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അത് വിജയത്തിലേക്കുള്ള കുതിപ്പാണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അവിടെയാണ് ഒരു വിജയിയായ ഒരാളും മടിയനായ ഒരാളും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. മടിയനായ ഒരാൾ തോൽക്കാൻ സന്നദ്ധനാവില്ല എന്ന് മാത്രമല്ല, തോറ്റു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. വിജയികളായ ആളുകൾ, നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾ, അത് ഏത് മേഖലയിലുള്ള ആളുകളാവട്ടെ, ഒരുപാട് പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിയത് കൊണ്ടാണ് ചരിത്രത്തിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടുള്ളത്, അവരുടെ നേട്ടങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടുള്ളതെന്നാണ്. അപ്പം അതുകൊണ്ട് പരാജയങ്ങളെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഒരിക്കലും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും മടി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സ്നേഹക്കൂടിന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള കാര്യം. സാർ, വളരെ നല്ലൊരു കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടി അഥവാ പരാജയ പേടി അത് പലപ്പോഴും ആളുകളെ പിൻവലിക്കാറും മടിയന്മാരാക്കാറുണ്ട്. അതുപോലെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ മടി മാറ്റാൻ വേണ്ടിയുള്ള നെക്സ്റ്റ് ഒരു ടിപ്പ് നമ്മൾ, മടിയുടെ മറ്റൊരു കാരണം പെർഫെക്ഷനിസമാണ്. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ പ്രകൃതം തന്നെ പെർഫെക്റ്റായി കാര്യം ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഞാൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ, വേറൊരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഡെലിഗേറ്റ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യണം. ഞാൻ തന്നെ ചെയ്യാതെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് പഠിക്കാൻ സാധിക്കുക. ഇത് ഇപ്പോൾ ആളുകൾക്കുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ ഞാൻ മാത്രമാണ് അഗ്രഗണ്യൻ. ലോകത്തൊരുപാട് മറ്റാളുകളുണ്ട്, അവർക്കും അതിനുള്ള കഴിവുകളുണ്ട്, അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ എനിക്കെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ പറ്റണമെന്നില്ല, ചെയ്യണം, മാന്യമായി ചെയ്യാം. അതിൽ ന്യൂനതകൾ ഉണ്ടാവാം, അടുത്ത തവണ തിരുത്താം. അപ്പോൾ മടി വരാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം പെർഫെക്റ്റായി ചെയ്തേ അടങ്ങും എന്നുള്ള വാശിയാണ്. ചില ആളുകളുടെ വ്യക്തിത്വം തന്നെ പെർഫെക്ഷനിസ്റ്റുകളാണ് അവർ. അത് ലീഡേഴ്സിനൊക്കെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഭംഗിയായി പൂർത്തീകരിച്ച് ചെയ്യേണ്ട ആ ഒരു അത്യന്താപേക്ഷികത അവിടെ ഉണ്ട്. എന്നാൽ പോലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ടേ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി ഒരു മടി ക്രിയേറ്റ് ചെയ്യുന്നതിനേക്ക് നമ്മളെ പ്രേരിപ്പിച്ചേക്കും. ഈ പെർഫെക്ഷനിസം പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാനുള്ള ഒരു ആർമി സിസ്റ്റം എന്നാണ് അല്ലേ. ലൈഫിലേക്ക് ഒരു പട്ടാളച്ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും, നേട്ടങ്ങൾ കിട്ടില്ല എന്നാണ് സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ പോലും പറയാറുള്ളത്. അപ്പോൾ അഥവാ അവർക്ക് ഈ പെർഫെക്ഷനിസം എന്നുള്ള വാക്കിനെ ഒരു എന്താ പറയുക, ഈക്വലൻസ് ആയിട്ട് അവർ പറയുന്ന എക്സാമ്പിൾസാണത്, ഉദാഹരണങ്ങളാണത്. അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കാര്യം പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കണം, പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ ചെയ്യൂ എന്നത് മടിയുടെ അടയാളമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കുക. അത് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി, ഇപ്പോൾ ആദ്യ സമയത്ത് ഉണ്ടാക്കപ്പെട്ട മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അത് നമുക്കറിയാലോ. ആ കമ്പ്യൂട്ടർ വന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു? ആ കമ്പ്യൂട്ടറിൻ്റെ സൈസ്, അതിൻ്റെ മെമ്മറി, ഇല്ലേ? ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ബോർഡ് നമ്മളെവിടെയും കാണുന്നില്ല. ഇൻ്റർനെറ്റ് സുലഭമായി, കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ അത് വന്നു. ഒരു കാലത്ത് ഇൻ്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കഫേയിൽ ക്യൂ നിൽക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരെങ്കിലും കഫേയിൽ പോകുന്നുണ്ടോ? ഇന്ന് എല്ലാവരുടെയും കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതൊക്കെ ലോപിച്ച് അങ്ങനെ വന്നതാണ്. സമയം കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ തന്നെ നടക്കൂ എന്നുള്ള വാശി നമ്മൾ ഒഴിവാക്കുക. ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ മടി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. മടി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വലിയ വൈറസാണ്. ആ വൈറസ് നമ്മളെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനം വലിയ സാഹസം നിറഞ്ഞ കാര്യമായിരിക്കും. അപ്പോൾ മടി പരാജയത്തിൻ്റെ അല്ലേ, ജീവിതത്തിൽ തോൽക്കാനും വിജയം നേടാതിരിക്കാനുള്ള വലിയ വൈറസ് തന്നെയാണ്. സാർ പറഞ്ഞ പോലെ തന്നെയാണ്, അത് മാറ്റാനുള്ള പ്രതിവിധികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മടി വരുത്തുന്ന കാരണങ്ങളിൽ ഒന്ന് ആണ് പെർഫെക്ഷനിസം. ഞാനത് കൃത്യമായിട്ടേ ചെയ്യൂ, അത് ശരിയായിട്ടില്ലെങ്കിൽ എനിക്കത് പറ്റില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് മടിയുടെ അടയാളമായിട്ട് നമ്മൾ കാണണമെന്നുള്ളതാണ്. നമ്മൾ പരമാവധി നന്നായിട്ട് ചെയ്യും, എത്രത്തോളം മാക്സിമം അതിനെ നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അത് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ തിരുത്തി വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യൂ എന്ന തീരുമാനം, ഇപ്പോൾ ഒരു കുട്ടി വിചാരിക്കുക എനിക്ക് A+ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ലോ ചെയ്യുന്നത്. മറിച്ച് അവിടെ പരമാവധി പഠിക്കണം,
എന്നിട്ട് അവന് കിട്ടുന്ന മാർക്കിൽ അവൻ സംതൃപ്തി അടയാണ്. അങ്ങനെയാണ് വേണ്ടത്. ആ വിഷയത്തിൽ എനിക്ക് A+ ഇല്ല, അതുകൊണ്ട് ഞാൻ പഠനം നിർത്തുന്നു എന്ന് തീരുമാനിച്ചു വരികയാണെങ്കിൽ അവന് ഒരു വലിയ കുഴി മടിയനാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ടതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള വ്യക്തികളുണ്ട്. അതായത് അവർക്ക് ഏത് സമയവും നെഗറ്റീവ് തോട്ട്സാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷാദ അല്ലെങ്കിൽ ഉത്കണ്ഠ, ഈ 2 സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ല, ലാഭം കിട്ടില്ല, ഒരുപാട് നഷ്ടമാണ്, ബിസിനസ് ഇന്നത്തെ കാലത്ത് തുടങ്ങിയ ആളുകൾക്കൊക്കെ നഷ്ടമാണ്, എങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് വരുമാനത്തിന് വേറെ വല്ല മാർഗ്ഗങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവരെ കൂടുതൽ മടിയന്മാരാക്കുകയാണ്. അപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ ഉള്ള ആളുകൾക്കും മടി സ്വാഭാവികമായി വരുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ പറഞ്ഞാൽ ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ കഴിയില്ല. കാരണം ഒരു ശൈത്താനിയത്താണത്. അതായത് പൈശാചികത എന്താണെന്ന് വെച്ചാൽ ഒരാളെ മടിയനാക്കുക എന്നുള്ളതാണ്. പിശാച് അതിനു വേണ്ടി നന്നായിട്ട് ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം ഇത്തരം കാര്യങ്ങൾ നീ മെനക്കെടുകയാണെങ്കിൽ അത് നിനക്ക് ദുഷ്പേരുണ്ടാക്കും, അല്ലെങ്കിൽ നിൻ്റെ അഭിമാനത്തിന് ക്ഷത ഉണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളെ എന്ത് ചെയ്യും? ഡീമോട്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അയാൾ ഒരു കാര്യത്തിലും എൻഗേജ് ചെയ്യാതെ വലിയ മടിയനായിട്ട് ജീവിക്കുകയാണ് അല്ലേ. നല്ല സമയമൊക്കെ പോയിട്ട് കിടന്നുറങ്ങും അല്ലേ. ഇതൊരു വലിയ രോഗമാണ്. ഉറങ്ങിയിട്ട് ആർക്കെങ്കിലും മതിയായ വല്ല ചരിത്രവും ഉണ്ടോ? ഉറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഉറങ്ങാനുള്ള ആ ഒരു വൈബാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ ആങ്സൈറ്റി ആണെങ്കിലും ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഗൾഫ് പോവുകയാണെങ്കിൽ എൻ്റെ മക്കൾ അനാഥാവില്ലേ, എൻ്റെ ഭാര്യ ആരാ നോക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ഗൾഫ് പോകാൻ അയാൾ വില്ലിങ് അല്ല. എന്നാൽ നാട്ടിൽ നല്ല ജോലി ചെയ്യാണ്ടോ? അതുമില്ല. എല്ലായിടത്തും അയാൾക്ക് കാരണങ്ങളുണ്ട്. എല്ലാം പൂർത്തീകരിച്ചിട്ട് ഒരാൾക്ക് ഒന്നിനും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമാവുന്നത് തുറമുഖത്താണ്. എന്നാൽ കപ്പലിനെ ഉണ്ടാക്കപ്പെട്ടത് ഒരിക്കലും തുറമുഖത്ത് റെസ്റ്റ് എടുക്കാനല്ലല്ലോ അല്ലേ. ശക്തമായ കൊടുങ്കാറ്റിനെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഭേദിച്ച് മുന്നോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒരു കപ്പലിനുള്ളത്. ആ കപ്പൽ യാത്ര ചെയ്യേണ്ടത് തിരമാലകളെ ഭേദിച്ച് കടലിലാണ്. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യൻ എന്തിലാണ്? പ്രയാസങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകാനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ക്ലേശം സഹിക്കുന്നവനായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ പ്രകൃതതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ അടങ്ങി ഒന്നും ചെയ്യാതിരിക്കും എന്ന് പറയുന്നതിന് ബദൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക. ഇപ്പോൾ പ്രായം ചെന്ന ആളുകളൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും, 90-95 വയസ്സുള്ളവർ. അവർ രാവിലെ എഴുന്നേറ്റ് കൃഷി ചെയ്യുന്ന നിങ്ങൾ കാണും, കൈക്കോട്ടെടുത്ത് കൊത്തുന്നത് കാണും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉപ്പ അദ്ദേഹം മരണപ്പെടുന്നത് 96 വയസ്സിലാണ്. ആ 96 വയസ്സ് വരെ അദ്ദേഹം പറമ്പിൽ ഇറങ്ങിയിട്ട് കൈക്കോട്ടെടുത്ത് കൊത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പയോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ഇത്ര പ്രായമായിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പുഞ്ചിരിക്കും, എന്നിട്ട് പറയും അതാണ് ഏറ്റവും വലിയ നന്മ. ഇന്ന് എനിക്കത് ബോധ്യമാവുന്നുണ്ട്. കാരണം ഒരു 8 മണിക്ക് എഴുന്നേറ്റ് ഒരു 11 മണി വരെ വീട്ടിൻ്റെ അടുത്തുള്ള പറമ്പിൽ, കവുങ്ങും തെങ്ങൊക്കെ ഉള്ള ആ പറമ്പിൽ അദ്ദേഹം ചെറിയ രൂപത്തിൽ കൈക്കോട്ടെടുത്ത് കൊത്തും. ആ കൊത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജിയാണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. ഇന്ന് നമുക്കത് ബോധ്യമാവുന്നു. എന്നാൽ കുട്ടികളോട് ഇന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് അവർക്ക് ദേഷ്യമാണ്. എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ദേഷ്യം. കാരണം എന്താണ്? മടിയിൽ PhD എന്നാണ് ഞാൻ പറയാം അല്ലേ. എല്ലാവർക്കും കിട്ടുകയാണ്. എന്നാൽ ഭക്ഷണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്ന് അപ്പോഴേക്കത് എത്ര പെട്ടെന്നാണ് കാലിയാക്കുക. അതിനൊരു മടിയില്ല. ഭക്ഷണം കഴിക്കാൻ ഒരു മടിയില്ല. നേരെ മറിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ പാത്രം ഒന്ന് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ച പാത്രം ഒന്ന് പോയിട്ട് കഴുകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തന്നെ കഴുകണം. ഇങ്ങനെ കൈ വെച്ച് നിൽക്കുകയാണ് ഈ ഒരവസ്ഥ. ഇത് നമ്മൾ മാറ്റേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു കാഴ്ച, ഈ മടിയുടെ ഒരു കാര്യം, പല മേഖലയിൽ നന്നായി പഠിച്ച ഒരുപാട് കുട്ടികൾ, അപ്പോൾ അവരോട് എന്താണ് ജോലി എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മാതിരി നമ്മുടെ നാട്ടിൽ ചില അമിതമായ പ്രഷറുകളുണ്ട്. അഥവാ ഒരുത്തൻ ചിലപ്പോൾ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ടാവും, അവൻ്റെ പിന്നാലെ ഇതുവരെ ഒന്നും ജോലി ആയില്ല നെഗറ്റീവോടുമായിട്ട് പോവുമല്ല. മറിച്ച് നന്നായി പഠിക്കുകയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു ജോലി ഒന്നും ചെയ്യാത്ത ആളുകളായിട്ട് ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പിന്നെ ആ ജോലിക്ക് പോയാൽ ആകെ എനിക്ക് 300 രൂപ കിട്ടുക, 400 രൂപ കിട്ടുക, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടുള്ളൂ, ഞാൻ ഇത്ര പഠിച്ചതല്ല, എനിക്ക് ഇത്ര രൂപയുടെ സാലറി വേണം. എന്നിട്ട് ഇതും പ്രതീക്ഷിച്ച് 3, 4, 5 വർഷമായിട്ട് എന്നാൽ വേറെ എന്തെങ്കിലും മേഖല നോക്കുക, അത് നോക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ച പലപ്പോഴും ദയനീയമായ കാഴ്ചയാണത്. അത് നമ്മളുണ്ടാക്കിയതല്ലേ. അത് നമ്മളുടെ അടുത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താ പറയുക, ഇപ്പോൾ ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ സന്ദർശിക്കുക അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്താൽ നമുക്ക് ബോധ്യമാവുന്നത് പഠനത്തോടൊപ്പം ജോലി എന്നൊരു കൾച്ചർ അവർ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ കുട്ടികളെ ഇത്ര വലിയ മടിയന്മാരാക്കിയതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റമാണ്. അവർ പാഠപുസ്തകങ്ങളും പേറിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്താ അവർ പഠിക്കണേ?
അല്ലേ? പ്രൈമറി ആയിട്ട് അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളില്ലേ? യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, ഇപ്പോൾ സാധാരണ ഉമ്മമാർ വന്നിട്ട് കൗൺസിലിങ്ങിന് പറയുന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. മെൻസ്ട്രേഷനിൽ എത്തിയ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? അവൾക്ക് തന്നെ അല്ലേ? തീർച്ചയായും. എന്നാൽ അതുപോലും ഉമ്മയുടെ അടുത്തേക്ക് വലിച്ചിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ട്. ഇതെന്താണ്? ഹൈജീൻ എന്താണ്? വ്യക്തി വിശുദ്ധി എന്താണ്? ആരോഗ്യം എന്താണ്? ചിട്ട എന്താണ്? ക്ലീൻലിനെസ് എന്താണ്? കുളിക്കുന്നില്ല കുട്ടികൾ. ഇപ്പോൾ വലിയ സ്ഥാപനങ്ങളെന്ന് നമ്മൾ കരുതുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നില്ല. കുളിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അത് തള്ള വൈബാണ്, തന്ത വൈബാണ്. ഇതാരുണ്ടാക്കിയെടുത്തത്? വൃത്തി എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? 5 നേരം കുളിക്കുന്നതിന് തുല്യമാണ് 5 നേരം നമസ്കരിക്കുമ്പോൾ വുളു എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വൃത്തിക്ക് എത്ര പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്, അല്ലേ? വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി വന്ന ഒരാൾ കുളിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായതാണ്, അല്ലേ? മടി അകറ്റുന്ന കാര്യങ്ങളല്ലേ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഭാര്യയുമായി രാത്രി ബന്ധപ്പെടുന്ന ഭർത്താവ്, നല്ല തണുപ്പുള്ള രാത്രിയാണെങ്കിലും അയാൾ രാവിലെ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കണമല്ലോ. ആ കുളിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ ആരാധനാകർമ്മത്തിന് പോവേണ്ടത്. മടി അവിടെ അവസാനിക്കുകയാണ്. മടിക്കുള്ള സ്കോപ്പേ ഇസ്ലാം കൊടുക്കുന്നില്ല, അല്ലേ? ഒരു നിസ്കാരപ്പം ഞാൻ നിസ്കരിച്ചു, അപ്പോഴാണ് ലോഹർ ബാങ്ക് കൊടുത്ത്, ഞാൻ പിന്നെ സുബൈ നിസ്കരിച്ചില്ല, ഇനിയിപ്പോൾ എന്തിനാ, അല്ലേ? ലോഹർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അസർ കൊടുത്ത്, ഞാൻ ഇപ്പോൾ ലോഹർ കഴിഞ്ഞിട്ടല്ലോ അസറിപ്പോൾ എന്തിനാ? ഒരു മനുഷ്യനെ ചടുലതയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ എനർജറ്റിക്കായി ചെയ്യാനുള്ള അവസരങ്ങൾ, അല്ലേ? നിന്ന് നിസ്കരിക്കാനാണ് പറഞ്ഞത്. നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാ കർമ്മങ്ങളും അങ്ങനെയല്ലേ? എന്നാൽ ഇന്ന് മക്കളെന്താ? ഇരുന്ന് നിസ്കരിക്കുക കുട്ടികൾ. അതുപോലെ ജമ്മാക്കുക. ജമ്മ ആക്കേണ്ട സമയപ്പോഴാ? അതിന് ചില സന്ദർഭങ്ങളുണ്ടല്ലോ. ഇതൊക്കെ മടി അവസാനിപ്പിക്കേണ്ട കാര്യം. പലപ്പോഴും മടി എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോൾ വെറും കുറ്റപ്പെടുത്തുന്ന മക്കളോ അല്ലെങ്കിൽ മടിയുടെ ആളുകൾ മാത്രമല്ല, അവിടെ നമുക്കും ചില റോളുകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് എന്നുള്ളതാണ്. പല വിദേശ രാജ്യങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ സിസ്റ്റങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. അവിടെ എന്തൊക്കെയോ ചില പാകപ്പിഴവുകളുണ്ട്, പോരായ്മകളുണ്ട്. അതൊക്കെ പരിഹരിക്കേണ്ട ആളുകൾ കണ്ണു തുറക്കണം എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്, ഉണർത്താനുള്ളത്. നമ്മുടെ അധീനതയിൽപ്പെട്ട കാര്യങ്ങളല്ല എങ്കിൽ പോലും അതോടൊപ്പം തന്നെ വീടുകളിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ മക്കൾക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ മടിയില്ലാതിരിക്കാനും അത് നിമിത്തമാവും എന്ന് കൂടി പറയുകയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ഇനി എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം, ഞാനൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു കുടുംബ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നാട് വിട്ട് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ആ വീട്ടിൽ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു കുട്ടിയെ, 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ മാതാപിതാക്കൾ തന്നെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ നിന്നാണ് അതിൻ്റെ എല്ലാ ട്രെയിനിങ്ങും. അപ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ട ചായ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട്, കാണാൻ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷേ വളരെ മനോഹരമായിട്ട് ആ സംഗതികൾ മുഴുവൻ. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും അവനെ അപ്രീസിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു ഉണ്ടല്ലോ, സ്വന്തമായിട്ട് സെൽഫ് കെയർ, അതുപോലെയുള്ള ഹൈജീനിക് ആവുക, അതിഥികളെ ആദരിക്കുക, അവർക്ക് വേണ്ട പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഏറ്റവും പ്രധാനമാണല്ലോ. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം വന്നതോടുകൂടി ഒരു വീട്ടിൽ ചെന്നാൽ 5 ആളുണ്ടെങ്കിൽ 5 ആളുടെ കയ്യിൽ 5 മൊബൈലാണ്. എന്നിട്ട് ഓരോരുത്തർ ഓരോ ഏരിയയിലാണ്. അവരൊരിക്കലും ആ വരുന്ന അതിഥിയെ സ്വീകരിക്കുന്നില്ല, സലാം പറയുന്നില്ല, മടക്കുന്നില്ല. ഓരോ ലോകത്താണ്. ഇതിന് മാറ്റം വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അൽഹംദുലില്ലാ, മടിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയും അതിന് വേണ്ട അത് തിരുത്താനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മുന്നോട്ട് വെച്ചത്. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മടിയില്ലാത്തവരായിട്ട് ഒരു ബോധം, അല്ലേ, മടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറച്ച് തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും അള്ളാഹു ചെയ്യട്ടെ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനനായ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.